സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പാണ്. ഇന്ന് 5 വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കണ്ണൂർ, വയനാട്, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. മഴ കനത്തതോടെ പലയിടങ്ങളിലും വെള്ളക്കെട്ടുമുണ്ട്. വടകര താലൂക്കിൽ ഉൾപ്പെട്ട വിലങ്ങാട്, വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നിയേരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായ മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. പ്രദേശങ്ങളിലെ ജനങ്ങളെ ഉടൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ആജ്ഞ രവീന്ദ്രൻ, MS അനീഷ് കുമാർ, KV ബൈജു എന്നിവരാണ് ചേരുന്നത്. ആദ്യം ബൈജുവിലേക്ക്. ബൈജു, ഈ വടക്കൻ ജില്ലകളിലാണ് ഇന്ന് കാര്യമായിട്ട് മഴയുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ്, അതായത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത എങ്ങനെയാണ്? രാവിലെ മഴയുണ്ടോ ബൈജു കണ്ണൂരിൽ, കാസർഗോഡിലൊക്കെ? എന്തോ കാസർഗോഡ് ജില്ലയിൽ അതിതീവ്ര മഴയാണ് പ്രവചനം. അതോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് കാണുന്നത്. പക്ഷെ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പ്രവചനമുള്ളത്. ഏതായാലും കാസർഗോഡ് ജില്ലയിലെ തീരപ്രദേശങ്ങൾ, അതോടൊപ്പം മലയോര മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖല ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ പൂർണ്ണമായും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും കടലാക്രമണ ഭീഷണിയൊക്കെ നിലനിൽക്കുന്ന ജില്ലയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലവർഷത്തിലൊക്കെ വലിയ തോതിൽ നാശനഷ്ടമുണ്ടായ ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യം നേരിടാനും ജില്ല സജ്ജമാണെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളോടെല്ലാം അതീവ ജാഗ്രത പുലർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏത് സമയത്തും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ മഴയുണ്ടാകുമെന്ന് തന്നെയാണ് പ്രവചനം. പക്ഷേ നിലവിൽ തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് രാവിലെ തന്നെ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയൊക്കെ വലിയ മഴയുണ്ടായിരുന്നു. വെള്ളക്കെട്ട് വലിയ തോതിൽ രൂപപ്പെട്ടിട്ടില്ല. ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലെല്ലാം ഇത്തരത്തിൽ RDOമാർക്ക് അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും ചുമതല നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കണം എന്നൊക്കെ. ഏതായാലും നിലവിൽ വലിയ തോതിലുള്ള ഒരു ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിൽ ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെയാണ് സ്കൂളിന്റെ മതിലിടിഞ്ഞ് വലിയ തോതിലുള്ള ഒരു അപകടം, അത് ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക് എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഏതായാലും ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും സജ്ജമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ വരും മണിക്കൂറുകളിൽ ശക്തമായി തന്നെ ഉണ്ടാകും. പുഴയോരങ്ങളിലുള്ളവർക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തീരപ്രദേശങ്ങളിലുള്ളവർക്കും അത്തരത്തിൽ ജാഗ്രതയുണ്ട്. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കാലവർഷത്തിൽ വലിയ നാശനഷ്ടം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അതീവ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടമുള്ളത്. റൈറ്റ്, ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടം. എന്താണെങ്കിലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ തെളിഞ്ഞ ആകാശമാണ് അവിടെ അങ്ങേയറ്റത്ത് കണ്ണൂരിലും കാസർഗോഡും ഒക്കെ. ഇനി ഞാൻ കോഴിക്കോടേക്ക് വരികയാണ്. കോഴിക്കോട് അനീഷ് കുമാർ വീണ്ടും ചേരുന്നുണ്ട്. അനീഷ്, കോഴിക്കോടും മഴ ഇല്ലെന്ന് തോന്നുന്നില്ലേ? പക്ഷേ മഴ മുന്നറിയിപ്പുണ്ട്. എൽദോ, ഇപ്പോൾ മഴ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് വ്യാഴാഴ്ച അർദ്ധരാത്രി മുതൽ കോഴിക്കോട് ജില്ലയിലെ വിവിധ മേഖലകളിലായി മഴ തുടരുകയാണ്. പക്ഷേ ഏറെ നേരത്തേക്ക് നിന്ന് അതിതീവ്രമായി പെയ്യുന്ന ഒരു രീതി ഇപ്പോൾ കാണുന്നില്ല എന്നതാണ് നേരിയ ആശ്വാസം നൽകുന്നത്. ഇന്നലെ പകലും ഇന്നലെ അർദ്ധരാത്രിയിലുമൊക്കെ വലിയ തോതിൽ തന്നെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായി അവധി നൽകിയിരിക്കുന്ന ഒരു കാഴ്ച. കോഴിക്കോട് ജില്ലയിൽ മലയോര മേഖലകൾ ഒരുപാടുള്ള ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായി, മദ്രസകൾ അടക്കമുള്ളവ പൂർണ്ണമായി ഇന്ന് അവധി പ്രഖ്യാപിച്ച് കളക്ടർ ഉത്തരവിട്ടിരുന്നു. ഒപ്പം ഈ റിസോർട്ടുകൾ അല്ലെങ്കിൽ ഈ മലയോര മേഖലകളിലെ യാത്ര, മറ്റ് ഈ ഖനനം പോലുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു. കഴിഞ്ഞ കാലവർഷ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ച വിലങ്ങാട് പോലുള്ള വടകര താലൂക്കിൻ്റെ മേഖലകളിൽപ്പെട്ട വാളൂക്ക്, മലയങ്ങാട്, ഉരുട്ടി, പന്നീരി തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായ
മഴയ്ക്കും ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലുമൊക്കെ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിലെ ആളുകളെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ ജില്ലാ കളക്ടർ ഇന്നലെ ഉത്തരവിട്ടിരുന്നു. ഒപ്പം ഇവരുടെ മാറ്റി താമസിപ്പിക്കൽ ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കൽ എന്നിവയ്ക്ക് വടകര RDO നോഡൽ ഓഫീസറായും വടകര തഹസീൽദാരെ അസിസ്റ്റന്റ് നോഡൽ ഓഫീസറുമായി ചുമതലപ്പെടുത്തി കളക്ടർ ഉത്തരവിട്ടിരുന്നു. ഈ ഒരു പുഴയോരങ്ങളിലും ഒപ്പം ഈ കുത്തനെയുള്ള ചെരുവുകളിലും ഈ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ പോലെയുള്ള കാര്യങ്ങളെത്തിയാൽ ആദ്യം ബാധിക്കുന്നത് ഇത്തരം കുത്തനെയുള്ള ഇടങ്ങളിൽ താമസിക്കുന്ന ആളുകളും പുഴയോട് ചേർന്നുള്ള ആളുകളുമൊക്കെയാണ്. അത്തരം ആളുകളെ സുരക്ഷിതമായി ഉടൻ തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശം നൽകി. ക്യാമ്പുകളിൽ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തണമെന്നും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ഒഴിപ്പിക്കൽ നടപടികൾക്ക് പുഴയോരത്തും ഈ കുന്നുകളുടെ സമീപ പ്രദേശങ്ങളിലും താമസിക്കുന്ന ആളുകൾ മാറാൻ വിസമ്മതം പ്രകടിപ്പിച്ചാൽ അവരെ ബലമായി തന്നെ മാറ്റാനും ഒപ്പം അവരുടെ വീടുകൾക്ക് സുരക്ഷ നൽകാനുമൊക്കെയുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഒപ്പം വിലങ്ങാട് മേഖലയിലെ മലയോര മേഖലയിലെ റോഡുകളിൽ രാത്രി 7 മണി മുതൽ രാവിലെ വരെ അടിയന്തര ആവശ്യങ്ങൾക്കൊഴിച്ച് മറ്റ് തരത്തിലുള്ള പൂർണ്ണമായ ഗതാഗതം നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ടൂറിസം കേന്ദ്രങ്ങളിലെ സഞ്ചാരികൾക്ക് പൂർണ്ണമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. 6-7 തീയതികളിലാണ് ഇത്തരത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ DTPCയുടെ കീഴിലുള്ള വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കേന്ദ്രങ്ങളിലും ഈ ദിവസങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല എന്നും കളക്ടറുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എൽദോ, ഇപ്പോഴും ജില്ലയിൽ മഴ തുടരുകയാണ്. ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്, അവിടെ മഴ പെയ്യുന്നുണ്ട് നന്നായി തന്നെ. കോഴിക്കോട് മുന്നറിയിപ്പ് പ്രകാരം പോലെ തന്നെ മഴ തീവ്രമാകുന്നുമുണ്ട്. ഇനി ഞാൻ കൊച്ചിയിലേക്ക് വരികയാണ്. അവിടെ ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ നൽകും. ആജ്ഞ, മധ്യ കേരളത്തിലെ സ്ഥിതി എന്താണ്? കാര്യമായിട്ടുള്ള മഴയും മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടോ? എന്തോ രാവിലെ മുതൽ, അതായത് ഒരു പുലർച്ചെ സമയം മുതൽ ഒരു നല്ല മഴ പെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നലെയൊക്കെ നമുക്കറിയാം തൃപ്പൂണിത്തുറ ഭാഗങ്ങളിലൊക്കെ കനാലുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം തന്നെ നിന്നും ആവർത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം പെയ്ത മഴയേക്കാൾ വലിയ ഇന്റൻസിറ്റിയിലാണ് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ആജ്ഞയുടെ ഫോൺ കട്ടായിട്ടുണ്ട്. എന്തായാലും വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം കൂടി അവിടെ ഉണ്ട്. ഈ കനാലും തോടുകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ അവിടെ വെള്ളം ഒഴുകിപ്പോകാത്ത സാഹചര്യം ഒരുപാട് വീട്ടുകാർ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നുമുണ്ട്. മഴയെത്തുമ്പോൾ ദുരിതങ്ങൾ, മഴക്കെടുതികൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇത് തുടക്കത്തിൽ തന്നെ വെള്ളക്കെട്ടിലേക്കൊക്കെ, ആ വീട്ടിലത്തേക്ക് സാഹചര്യം നോക്കുക, വീടിനുള്ളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും ചേർന്നത്. ഒപ്പം അനീഷ് കുമാർ കോഴിക്കോട് നിന്നും, KV ബൈജു കണ്ണൂരിൽ നിന്നും. കഴിഞ്ഞ ദിവസം കൂറ്റൻ മതിലിടിഞ്ഞ് വീണ് ദുരന്തം തലനാരിഴക്കൊഴിവായ കാസർകോട്ടെ കാഞ്ഞങ്ങാട് UBMC സ്കൂൾ പരിസരത്ത് അപകട ഭീഷണി ഉയർത്തി മറ്റൊരു കൂറ്റൻ മതിൽ കൂടിയുണ്ട്. നിരവധി വീടുകളുള്ള പ്രദേശത്ത് ഏത് സമയത്തും തകർന്നു വീഴാവുന്ന തരത്തിലാണ് ഈ മതിലും നിൽക്കുന്നത്. വിഷയത്തിൽ അധികൃതരുടെ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യമാണ് വരുന്നത്. കാഞ്ഞങ്ങാട് നഗരമധ്യത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം കൂറ്റൻ മതിലിടിഞ്ഞ് വീണത്. നടുക്കുന്ന ദൃശ്യങ്ങളാണ് അത് എന്ന് പറയേണ്ടി വരും. ഏതായാലും ആ പരിസരത്തിന്, അതിന് സമീപത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെയും വലിയ അപകടാവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ എനിക്ക് പിറകിൽ കാണുന്ന ഈ ഒരു കൂറ്റൻ മതിൽ, ഇത് ഏത് സമയത്തും ഇടിഞ്ഞ് താഴേക്ക് വീഴാവുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇതിന് ഇന്നലെ മതിലിടിഞ്ഞ് വീണത് അതിന് സമീപത്തുള്ള ഒരു സ്ഥലത്താണ് ഇത്തരം അപകടം. നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു വഴി കൂടിയാണിത്. അതോടൊപ്പം നിരവധി കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. വലിയ ഭീതിയിലാണ്. മഴ ശക്തമായി ഇനി വരും ദിവസങ്ങൾ ഉണ്ടാകും. അപ്പോൾ വലിയ അപകടാവസ്ഥയിലാണുള്ളത്. നമ്മളിപ്പം പ്രദേശവാസികൾ തന്നെ ചേരുന്നു. എന്താണ് നിലവിൽ ഈ കഴിഞ്ഞ ദിവസമാണ് കൂറ്റൻ മതിൽ ഇതിൽ ഇടിഞ്ഞു എന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടായത്. എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? ഇത് കഴിഞ്ഞ ദിവസം അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 20 മീറ്റർ മാറിയിട്ടാണ് ഈ മതിലിന്റെ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ കാണാൻ പറ്റും. അവിടെ ഇടിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ വർഷം ഇതിന്റെ തൊട്ടുമുട്ടിയിട്ട് ഇതിന്റെ പകുതി ഭാഗമാണ് കഴിഞ്ഞ വർഷം പൊളിഞ്ഞു വീണത്. ആ പൊളിഞ്ഞു വീഴുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥ വൃത്തങ്ങളിൽ നമ്മൾ പറഞ്ഞിരുന്നു. മുനിസിപ്പാലിറ്റിയിലും താലൂക്കിലും എല്ലാം നമ്മൾ ഉത്തരവാദപ്പെട്ട ആൾക്കാർക്ക് നമ്മൾ നിവേദനം കൊടുത്തിരുന്നു. പക്ഷേ നാളിതുവരെ ഒരു അധികാരികളും ഒരു ഉദ്യോഗസ്ഥരും ഇവിടെ വന്ന് ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടി ശ്രമം നടത്തിയിട്ടില്ല. ഒരു അപകടം വരുന്ന സമയത്ത് മുനിസിപ്പാലിറ്റിയുടെയും താലൂക്കിൻ്റെയും ഉദ്യോഗസ്ഥന്മാർ വരുന്നതല്ലാതെ ശാശ്വതമായ പരിഹാരം വേണമെന്നാണ് നമ്മുടെ നാട്ടുകാരുടെ അഭിപ്രായം.
അപ്പോൾ ഇവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനം ഉദ്യോഗസ്ഥന്മാരുടെ എഞ്ചിനീയേഴ്സിൻ്റെ നേതൃത്വത്തിൽ വേണം ഇനിയുള്ള പ്രവർത്തനങ്ങളെങ്കിലും നടക്കേണ്ടത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ കഴിഞ്ഞ ഈ അപകടത്തിൻ്റെ ഈ സ്ഥിതി നിങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കമ്പിയും പിന്നെ സിമെൻറ്റിൻ്റെ ഒരു ക്വാളിറ്റിയും നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇത്രയും വലിയ ഒരു മതിൽ കെട്ടാൻ ഇത്രയും ചെറിയ രീതിയിലുള്ള കമ്പിയും സിമെൻറ്റുമാണ് ഉപയോഗിച്ചത്. ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെയോ താലൂക്കിൻ്റെയോ എഞ്ചിനീയേഴ്സിൻ്റെ വിഭാഗം ഇത് അന്വേഷിക്കുകയോ ഇത് അവരുടെ നേതൃത്വത്തിലോ നടന്ന കാര്യമല്ല. അപ്പോൾ ഇനിയുള്ള അപകടങ്ങൾ വരാതിരിക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത്. എന്തായാലും വളരെ അപകടാവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. വലിയ തോതിൽ ഇവിടെ ഈ മതിൽ തള്ളി പുറത്തേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതോടൊപ്പം ഇതിന് സമീപത്ത് തന്നെ ഇതൊരു തവണ മണ്ണിടിഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് വീണ്ടും അതേ അവസ്ഥയിൽ തന്നെ അപകടാവസ്ഥയിൽ തന്നെയാണ് ഇതിപ്പോഴും ഉള്ളത്. മണ്ണിടിഞ്ഞ ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇതിന് സമീപത്ത് നമുക്ക് തൊട്ടടുത്താണ് ഇന്നലെ ഈ മണ്ണ് ഇടിഞ്ഞു വന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും നിരവധി വീടുകളുണ്ട് ഈ ഭാഗത്ത്. ഇത്തരത്തിൽ ഏതായാലും ഇതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തണം, അടിയന്തരമായ ഒരു പരിഹാരം കണ്ടെത്തണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പ്രത്യേകിച്ച് കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ ഇടപെടൽ വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. KB ബൈജു, News 18 കാസർഗോഡ്. ആജ്ഞ രവി ഇതിനും ഡാൻ കുര്യനും കൂടി ചേരുന്നുണ്ട് മഴയുടെ കാര്യങ്ങൾ അപ്ഡേറ്റുകൾ നൽകാനായി. വീണ്ടും ആജ്ഞ, കൊച്ചിയിൽ സാഹചര്യം എന്താണ്? ഈ വെള്ളക്കെട്ട് ഏതൊക്കെ പ്രദേശത്താണ് കാര്യമായി ബാധിച്ചിട്ടുള്ളത്? എൽദോ, പ്രത്യേകിച്ചും പറവൂർ മേഖലയിലൊക്കെ വിവിധ മേഖലകളിൽ വെള്ളക്കെട്ടാണ്. അതുമാത്രമല്ല, ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിലൊക്കെ മൺകൂനകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് അത് റോഡിലേക്ക് ഒഴുകിയിറങ്ങി ചെളിക്കൂമ്പാരമായി മാറിയിട്ടുണ്ട്. യാത്ര ദുസ്സഹമാക്കുന്ന തരത്തിലേക്ക് അത് മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ തൃപ്പൂണിത്തുറയിൽ ആദ്യമായിട്ടാണ് തൃപ്പൂണിത്തുറയിൽ അത്ര വലിയൊരു വെള്ളക്കെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടെന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ചും അവിടുത്തെ ഒരു കാന കയ്യേറ്റം ചെയ്തതോടുകൂടി അതായത് കൃത്യമായ നീരൊഴുക്ക്, സ്വാഭാവികമായ നീരൊഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിലുള്ള കെട്ടിയടക്കൽ ഉണ്ടായതിനെ തുടർന്ന് ആ പ്രദേശത്തെ മുഴുവൻ വീടുകളിലെയും വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. അത്തരത്തിൽ വീടുകളിൽ വെള്ളം കയറുന്നു, അല്ലെങ്കിൽ വീടുകളുടെ പ്രദേശങ്ങളിലെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പറമ്പിലെല്ലാം വെള്ളം നിറഞ്ഞു നിൽക്കുന്നു. ഇതൊക്കെ മഴക്കാലപൂർവ്വ ശുചീകരണവും പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലാത്തൊരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് മലിനജലമാണ് ഈ ചുറ്റുവട്ടവും കെട്ടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സാംക്രമിക രോഗങ്ങൾക്കുള്ള സാധ്യത ഏറെയാണ്. അതിനുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിന് കളക്ടറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നതാണ്. ഈ മഴക്കാലപൂർവ്വ ശുചീകരണം ഇത്രയധികം സമയം ഉണ്ടായിട്ടും മഴക്കാലപൂർവ്വ ശുചീകരണം നടന്നിട്ടില്ല എന്നുള്ള കാര്യവും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു വൈകലാകാം. കഴിഞ്ഞ സർക്കാർ അവർ അധികാരത്തിൽ നിന്നും ഇറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ആയതുകൊണ്ട് എന്ത് തന്നെ ആയാലും രണ്ട് സർക്കാരുകൾ തമ്മിലുള്ള എന്ത് തരത്തിലുള്ള ഈ പടലപ്പിണക്കങ്ങളുടെ ഭാഗമാണെങ്കിൽ പോലും ഈ ഇത്തരം മഴക്കാലപൂർവ്വ ശുചീകരണം നടത്താത്തതും മാലിന്യ കൂമ്പാരം കെട്ടിക്കിടക്കുന്നതും ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. യാത്ര ദുസ്സഹമാണ്. കൊച്ചിയെ സംബന്ധിച്ചിട്ട് നമുക്കറിയാം, എല്ലാ തവണയും മഴക്കാലത്ത് ഇത് സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ചും ഒരു മഴ പെയ്ത് ഒരു 2 മണിക്കൂറിനുള്ളിൽ വെള്ളമൊക്കെ ഒഴുകിപ്പോകുമെങ്കിൽ പോലും പെയ്യുന്ന സമയത്ത് വലിയ വെള്ളക്കെട്ടാണ് കൊച്ചിയിൽ ഉണ്ടാകുന്നത്. രൂക്ഷമായ വെള്ളക്കെട്ട് തന്നെയാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും KSRTCയുടെ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ എപ്പോഴും നമുക്കറിയാം, ആ ബിൽഡിങ്ങൊക്കെ എപ്പോഴും വെള്ളം കൊണ്ട് നിറയുന്ന, അതും പ്രത്യേകിച്ചും അതിൻ്റെ പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ മാലിന്യ കൂമ്പാരമാണ്. അതുകൊണ്ട് മനുഷ്യർക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള വെള്ളക്കെട്ടുകളാണ് എപ്പോഴും കൊച്ചിയിലുള്ളത്. അത് ഈ ദിവസങ്ങളിലും ഉണ്ടാകും. വലിയ മഴയാണ്. ഇന്നലെ കഴിഞ്ഞ പുലർച്ചെ മുതൽ വലിയ മഴയാണ്. അത് നിർത്താതെ പെയ്യുന്നുണ്ട്. ഇടയ്ക്ക് 1-2 മിനിറ്റ് നിൽക്കുന്നു എന്നുള്ളതല്ലാതെ ശക്തമായ മഴ തന്നെയാണ് ഇപ്പോൾ കൊച്ചിയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യം കൂടി മഴ മുന്നറിയിപ്പുള്ളത് കൊണ്ട് യാത്ര ഒഴിവാക്കണം. അതായത് കൊച്ചിയിൽ നിന്നും മറ്റിടങ്ങളിലേക്കുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള യാത്രയൊക്കെ ഒഴിവാക്കാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രത്യേകിച്ചും അറിയിച്ചിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങൾ, അതായത് മഴ കൂടുകയാണ്, രൂക്ഷമാവുകയാണ്. പ്രത്യേകിച്ചും കടലോര പ്രദേശങ്ങളിലൊക്കെ ഇനി ഈ ഒരു കടലേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം, മഴയേറിയാൽ അവിടുത്തെ ആളുകൾക്ക് ജീവിതം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യത്തിലേക്കും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൊച്ചിയെ സംബന്ധിച്ച് മഴ എന്ന് പറയുന്നത് ദുസ്സഹമായ ഒരു ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന അങ്ങനെ ഒരു ജീവിതം സമ്മാനിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്. പ്രത്യേകിച്ച് മഴ, കഠിനമായ മഴ. അതേസമയം ഈ പറഞ്ഞതുപോലെ പല പ്രദേശങ്ങളും, പറവൂരിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ വെള്ളക്കെട്ടുണ്ട്. പറവൂർ നഗരസഭ അടക്കമുള്ള നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെയും വെള്ളക്കെട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമായും അത് കുറച്ചുകൂടി താഴ്ന്ന പ്രദേശമാണ്. എന്നിരുന്നാൽ പോലും മഴ വരുമ്പോൾ കൊച്ചിയെ സംബന്ധിച്ചിട്ട് ജനജീവിതം ദുസ്സഹമാക്കുന്ന തരത്തിലേക്കാണ് എപ്പോഴും ഈ വർഷകാലം ഉണ്ടാവാറുള്ളത്. അതിൽ കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഈ മഴക്കാല പൂർവ്വ ശുചീകരണമായിരുന്നു. അതും
നടന്നിട്ടില്ല. അത് എല്ലാ തവണയും ഈ ഒരു പരാതി വരാറുണ്ട്. അതായത് അത് ഒരു പ്ലാനിങ്ങോടുകൂടി നടന്നിട്ടില്ല എന്നുള്ളത്. വർഷകാലം ഏത് സമയത്തും മഴ വരാം. അതായത് ജൂൺ മുതലുള്ള കാലഘട്ടം മഴയുടേതാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ പോലും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടില്ല അധികൃതരുടെ ഭാഗത്തു നിന്നുള്ളൊരു പരാതിയും ഉയരുന്നുണ്ട്. എന്തായാലും കൊച്ചിയിലെ ജനങ്ങൾ ഈ അഴുക്ക് വെള്ളങ്ങൾ ഒക്കെ വീടുകളിലേക്ക് ഒഴുകിച്ചെന്ന് അവരുടെ ജീവിതം വളരെ അധികം ദുഷ്കരമാക്കുന്ന ഒരു തരത്തിലേക്ക് മാറിയിരിക്കുകയാണല്ലോ. ശരി, എന്തായാലും ഈ മഴക്കാല പൂർവ്വ ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങൾ, അതാണ് എപ്പോഴും ചർച്ചയാവുന്നത്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. ഡാൻ, ഈ തെക്കൻ ജില്ലകളിൽ എങ്ങനെയാണ് സാഹചര്യം? രാവിലെ തിരുവനന്തപുരത്ത് തെളിഞ്ഞ ആകാശമാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും ഒടുവിൽ വന്ന മുന്നറിയിപ്പ് അനുസരിച്ചാണ് സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന പോലെ പ്രത്യേകിച്ച് കോഴിക്കോട്, വയനാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് നിലനിൽക്കുകയാണ്. അവിടെ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. 204.4 മില്ലിമീറ്ററിന് മുകളിലേക്ക് മഴ പെയ്യാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അതോടൊപ്പമാണ് മധ്യ കേരളത്തിൽ ഇടുക്കി, എറണാകുളം, കോട്ടയം, തൃശ്ശൂർ, പാലക്കാട് വരെയുള്ള ജില്ലകളിൽ 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലുമാണ് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നത്. മറ്റ് മധ്യ കേരളത്തിലെ 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് നിലവിലുള്ളത്. എന്തായാലും തിരുവനന്തപുരത്ത് തെളിഞ്ഞ ആകാശമാണ് രാവിലെ, പക്ഷേ മേഘാവൃതമാണ്. അത് ഒരു വശത്തെ മേഘാവൃതമാണ്. അങ്ങനെയെങ്കിൽ ഇന്നലത്തേതിന് സമാനമായ തരത്തിൽ രാവിലെ തന്നെ ശക്തമായി മഴ പെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ശക്തമായി പെയ്യും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതോടൊപ്പം 2 ജാഗ്രതാ നിർദ്ദേശം കൂടി ദുരന്ത നിവാരണ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അവർ എടുത്തു പറയുന്നത് മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നാണ്. കാരണം മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലേക്ക്, സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മലയോര മേഖലകളിലേക്കുള്ള യാത്ര അത്യാവശ്യ കാര്യങ്ങൾക്കല്ല എങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കണം. അതോടൊപ്പം താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പ്രദേശവാസികൾ ഒരു മുന്നറിയിപ്പായി തന്നെ സ്വീകരിക്കണം. കാരണം വെള്ളം പെട്ടെന്നാകും ഇരച്ചെത്തുന്നത്. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തിലായിരിക്കണം താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ. പെട്ടെന്ന് മാറേണ്ടി വന്നാൽ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാക്കണം. കാരണം അതിശക്തമായ മഴ പല താഴ്ന്ന മേഖലകളിലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നും നാളെയും നാളെ കഴിഞ്ഞും അങ്ങനെ തന്നെ തുടരും. 6, 7, 8 തീയതികളിൽ അതിശക്തമായ മഴ താഴ്ന്ന പ്രദേശങ്ങളിലടക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ശക്തമായ മഴയുടെ പ്രതീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാലവർഷം അതിന്റെ ഒരു രൂക്ഷമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. തെക്കൻ ജില്ലകളിൽ തൽക്കാലത്തേക്കൊരു ശമനമുണ്ടെങ്കിലും വടക്കൻ കേരളത്തിലും അതോടൊപ്പം തന്നെ മധ്യ കേരളത്തിലും അതിശക്തമായ മഴ പെയ്യുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന ഒടുവിലത്തെ മുന്നറിയിപ്പ്. റൈറ്റ്, ഡാൻ സൂചിപ്പിച്ച പോലെ ശക്തമായിട്ടുള്ള മഴ അതിങ്ങനെ കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ്. എന്തായാലും പൂർണ്ണമായിട്ടും കാലവർഷത്തിലേക്ക് കേരളം എത്തി എന്നുള്ളതാണ് കാര്യം.